രേണു സുധി, കൊല്ലം സുധിയുടെ ഭാര്യ രേണു സുധി കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലെ തന്നെ യൂട്യൂബിന്റെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് നെയിമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോടകം തന്നെ രേണു സുധിയുമായി ബന്ധപ്പെട്ട് 7700ഓളം വീഡിയോസാണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്, 6 മാസം ആയിട്ടില്ല. 1200ഓളം ചാനലുകളാണ് രേണു സുധീനെ പറ്റി യൂട്യൂബിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, വളരെ ചുരുങ്ങിയ കാലം കൊണ്ട്. ഇതിനു മുമ്പ് ഇതുപോലെ ധാരാളം ആളുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ബിഗ് ബോസ് താരങ്ങൾക്കാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അത് കുറച്ച് കഴിയുമ്പോൾ പോവുകയും ചെയ്യും. ഡോക്ടർ റോബിൻ, അഖിൽ മാരാർ, അങ്ങനെ ഒരുപാട് പേര്. റോബിനാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആ ഒരു വിഷയത്തിൽ. റോബിനുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് റെക്കോർഡാണ്, 50,000ഓളം വീഡിയോസ് വന്നിട്ടുണ്ട്. ഇവിടെ രേണു സുധി അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാവരുടെയും റെക്കോർഡുകളും ഏതാണ്ട് ഒരു 6 മാസം കൊണ്ട് മറികടന്നേക്കാം. ആ രീതിയിലാണ് രേണു സുധിയുടെ പോക്ക്. ആർക്കും പിടിച്ചു കെട്ടാനാവാത്ത വിധം രേണു സുധി വളർന്നു കഴിഞ്ഞു. എനിവേ, രേണു സുധി എന്ന് പറയുന്ന താരതമ്യേന ട്രോളുകൾ മാത്രം ഇരുന്ന് വാങ്ങിക്കൊണ്ടിരുന്ന ഈ ഒരു പ്രതിഭയ്ക്ക് എങ്ങനെയാണ് ഇത്രയും വലിയ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ചത്? ഇത്തരം വിജയങ്ങൾ കീഴടക്കാൻ എങ്ങനെയാണ് രേണു സുധിക്ക് സാധിച്ചത്? അത് രേണു സുധി അതിനെക്കുറിച്ച് ന്യൂസ് 18 ചാനൽ വെളിപ്പെടുത്തുകയാണ്. എനിവേ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. അതൊന്ന് ചെയ്യുന്നത് ഞാൻ കണ്ടത് ഔട്ട് പറഞ്ഞു. പിന്നെ വൈറലായോ എയറിലാണോ ഒന്നും അറിയില്ല. അതുപോലെ തന്നെ ഇന്നീ നിമിഷം വരെ ഇങ്ങനെ ഓരോ ആരോപണങ്ങളും അതും ഇതും റിയാക്ഷൻ വീഡിയോസ് ആയിട്ടും എല്ലാം രേണു സുധി എന്ന് പറയുന്നൊരു കണ്ടന്റ് അല്ലെങ്കിൽ ഒരു സബ്ജക്ട് യൂട്യൂബിൽ എവിടെയാണല്ലോ ഉണ്ട്. ഒരു ഇൻസ്റ്റാഗ്രാം തുറന്നാലോ, അല്ലെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെടുക, ഇൻസ്റ്റാഗ്രാം തുറന്നാലോ യൂട്യൂബ് തുറന്നാലോ ഫേസ്ബുക്ക് തുറന്നാലോ ഈ ഒരു കണ്ടന്റിന് വ്യൂസും കൂടുതലാണ്. രേണു സുധി പേര് മതി, വ്യൂസും കൂടുതലാണ്, കമന്റ്സും കൂടുതലാണ്, എല്ലാം അങ്ങനെ തന്നെ നിൽക്കുന്നു. സത്യമാണ്, പറഞ്ഞ സത്യമാണ്. രേണു സുധി എന്ന് പറയുന്ന കണ്ടന്റാണ് ഏറ്റവും അധികം റീച്ച്, ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്നതും രേണു സുധിയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതിനൊരു ഉത്തരമില്ല. അതിന് ഉത്തരം പറയേണ്ടത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും അറിയത്തില്ല, അതിന് ഉത്തരവില്ല. കാരണം സമ്മിശ്രമാണ് പ്രേക്ഷകരുടെ പ്രതികരണം. ഞാൻ തന്നെ വീഡിയോസിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും കളിയാക്കിക്കൊണ്ടും വീഡിയോ ഇട്ടിട്ടുണ്ട്. രേണു സുധിയെ എങ്ങനെയാണ് ജനങ്ങൾ ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല. കാര്യമില്ല, ഈ നെഗറ്റീവ് ഇടുന്ന മിക്ക ഫേക്കുകളാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറെ കാര്യം പെണ്ണുങ്ങൾ തന്നെയാണ്. ഞാൻ പ്രൊഫൈൽ നോക്കുമ്പോൾ ശരിയാണ്, പെണ്ണുങ്ങളുടെ പ്രൊഫൈലിൽ നിന്നാണ്. അപ്പൊ ഞാൻ ആയിരിക്കും അവരെ കൊണ്ടൊന്നും പറ്റുന്നില്ല. അവര് കിടന്ന് സോഷ്യൽ മീഡിയ കാണിക്കുന്നുണ്ട്. കൂടി വന്ന 200 പേര് കാണും, അല്ലെങ്കിൽ 10 പേര് കാണും, അവരുടെ വീട്ടുകാരും കുടുംബക്കാരും. ഇതെന്ന് വെച്ചാൽ ലോകം മുഴുവനും ഉള്ള മലയാളികൾ ഉണ്ടെങ്കിൽ അവർ കാരണം ഞാൻ എന്നെ പൊക്കി പറഞ്ഞല്ല. മിനിഞ്ഞാന്ന് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു റീൽ ഇട്ടതാണ്, ഒരു ഡാൻസ് വീഡിയോ. വൈകിട്ടായപ്പോ 4 ഇന്നലെയാണ് മിനിഞ്ഞാന്ന് 3.5 മില്യൺ, ഇന്ന് 4 മില്യൺ വ്യൂസ് ആണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതത്തോട് തന്നെയാണ് ഞാൻ നോക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കുക, രേണു സുധിയുടെ ആ ഒരു വളർച്ച. അതായത് ഇടുന്ന റീൽസുകൾ നിമിഷ നേരം കൊണ്ട് മില്യൺസിലേക്ക്, 4-5 മില്യൺസിലേക്ക് പോകുന്നു. ഒരു ഭാഗത്ത് വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുന്നു. എന്നാൽ മറുഭാഗത്ത് ഈ രീതിയിലുള്ള ഒരു വലിയൊരു മുന്നേറ്റം കാഴ്ചവെക്കാൻ രേണു സുധിക്ക് സാധിക്കുന്നുണ്ട്. ഇവിടെ രേണു സുധി എടുത്തു പറയുന്ന കാര്യം, ഈ സ്ത്രീകൾ, അതായത് നമ്മുടെ നാട്ടിലെ ഈ സദാചാരവാദികളായ പെണ്ണുങ്ങൾക്ക്, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് രേണു സുധിയുടെ ഒരു അസൂയ. അതായത് രേണു സുധി ഈ കൈവരിച്ച നേട്ടങ്ങൾ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിൽ ഒന്നിനും കൊള്ളാത്ത, ഒന്നും ചെയ്യാൻ പറ്റാത്ത, ഈ പറഞ്ഞ 10-200 ലൈക്ക് മാത്രം വാങ്ങുന്ന പെണ്ണുങ്ങൾക്ക് രേണു സുധിയോടൊരു അസൂയ സ്വാഭാവികമാണ്. അത്തരം പെണ്ണുങ്ങൾ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. രേണു സുധിയുടെ ഫെയിം തകർക്കണം, രേണു സുധീനെ ഇല്ലാതാക്കണം. അത് തന്നെയാണ് രേണു സുധി സംശയിക്കുന്നത്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഹൈപ്പാകണം എന്ന് പറഞ്ഞ് വന്നൊരു വ്യക്തിയല്ല ഞാൻ. സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയയെ പറ്റി യാതൊരുവിധ ABCD അറിയാത്ത ഒരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പൊ ഞാൻ സുധിച്ചേട്ടൻ മരിച്ചു കഴിഞ്ഞ ഓരോ ഇന്റർവ്യൂസ് ആണ് ആദ്യം അതിങ്ങനെ പോയി പ്രൊഫഷണലായിട്ട് റീല് ചെയ്യാൻ തുടങ്ങി. റീല് ചെയ്തപ്പോഴാണ് ഇങ്ങനെ വൈറലാവുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ എന്തായാലും ഒരു ആർട്ടിസ്റ്റ് ആയിട്ട് മാറിക്കഴിഞ്ഞു. ഞാൻ ഇനിയും എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള വേഷങ്ങൾ ഞാൻ ചെയ്യണം. അതിന് നാട്ടുകാർ അല്ലെങ്കിൽ നെഗറ്റീവ് അടിച്ചാലും അതടിച്ചാലും നമ്മൾ അതാകുന്നില്ല. നമുക്കൊരു വരുമാന മാർഗം. ആദ്യം എനിക്ക് വരുമാനമായിട്ടാണ് ഈ അഭിനയത്തെ എനിക്ക് തോന്നിയത്. പിന്നെ അത് പാഷനായി. അതാണ്, ഒരു ആർട്ടിസ്റ്റായി മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതൊരു പാഷനായി മാറുകയാണ്. വരുമാനം ഒന്നും ഒരു വിഷയമില്ല. കാരണം അത്രത്തോളം ഈ റോളുകൾ കിട്ടണമെന്നുള്ള ഒരു അഭിനിവേശം ഉണ്ടാവും. ആ രീതിയിൽ ഒരു പോക്കാണ് രേണു സുധി പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല നല്ല റോളുകൾ ചെയ്യുക. നമുക്കറിയാം, ഇതുവരെയുള്ള ചെയ്ത റോളുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ മികച്ച റോളുകൾ, അതായത് ഡേ ബൈ ഡേ മികച്ച റോളുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതൊരു പാഷനാക്കി മാറ്റി. സാമ്പത്തിക ഒരു വിഷയമല്ല. അതിനെ തടയിടാൻ
അല്ലെങ്കിൽ അത്തരം റോളുകൾ ചെയ്ത് ഒരുപക്ഷെ വലിയ രീതിയിലുള്ള ഇന്ത്യ അറിയപ്പെടുന്ന, ലോകം അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി ആകുമോ എന്ന് ഒരുപക്ഷെ അസൂയയോടെ നോക്കിക്കാണുന്ന ചില ആളുകൾ രേണുസുധീനെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ചിന്താഗതിയാണ് രേണുസുധീനെ വേട്ടയാടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ പാഷനാണ്. ഇനി എന്നെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല. അതായത് ആ ചാന്തുപൊട്ട് റീലിലൂടെ എനിക്ക് വന്ന നെഗറ്റീവ്സ് ആണ് സത്യം പറഞ്ഞാൽ എന്നെ ബോൾഡ് ആക്കി തീർത്തത്. ഈ ബോഡി ഷേമിങ്, അതാണ് ഒരു സ്ത്രീക്കെതിരെ ബോഡി ഷേമിങ് വരുമ്പോൾ പൊതുവെ അത് ഡിഫെൻഡ് ചെയ്ത് നിൽക്കുക, അങ്ങനെ ഒരു കണ്ടിട്ടേ ഇല്ല. പക്ഷെ ആദ്യം ഈ പറഞ്ഞ പോലെ ഒന്ന് വിഷമിച്ചു, പിന്നെ ഇതങ്ങനെ ഡിഫെൻഡ് ചെയ്ത് നിൽക്കാൻ തീരുമാനിച്ചു. എനിക്കിതൊന്നും വിഷയമല്ല, ഞാൻ ഈ കോസ്റ്റ്യൂം ഇടും, ഞാൻ ഇതേ രീതിയിൽ തന്നെ പെരുമാറും. അങ്ങനെ ഒരു സ്ട്രെങ്ത് കിട്ടി അല്ലേ? അത് സത്യം പറഞ്ഞാൽ ആർക്കും കിട്ടുന്നതല്ല. ബോഡി ഷേമിംഗ് ഒക്കെ പെണ്ണുങ്ങളെ ചെയ്ത് കഴിഞ്ഞാൽ അവര് പിന്നെ ഡൗൺ ആവും. അയ്യോ എന്നെ വിളിക്കുന്ന പല്ലി, എലി, പാറ്റ, ഓന്ത് ഇതൊന്നും നമുക്ക് വിഷയമല്ല. കാരണം അതൊക്കെ ജീവികളല്ലേ, അതൊക്കെ ജീവികളാണ്. അതിനെ വെച്ച് ഞാൻ എന്നെ നേരിട്ട് കാണുന്ന ആരും അല്ലെങ്കിൽ സ്ക്രീനിൽ കൂടെ കാണുന്ന ആൾക്കാരാണ് എന്നെ ഇങ്ങനെ ബോഡി ഷേമിങ്. പക്ഷെ ഒരു വ്യക്തി പോലും എന്നെ നേരിട്ട് കാണുമ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ഇപ്പം രേണുസുധി അല്ലേ, രേണു ചേച്ചി അല്ലേ, ഞങ്ങളുടെ രേണു അല്ലേ, അമ്മമാരാണെങ്കിലും ഓടി വന്ന് ഓരോ ഷൂട്ടിന് പോകുമ്പോൾ ഓടി വന്ന് സ്നേഹത്തോടെ ഞങ്ങളുടെ സുധിച്ചേട്ടന്റെ വൈഫ് എന്നാ പറയുന്നത്. ഇവിടെ രേണുസുധിയോട് എനിക്ക് പേഴ്സണലി ഒരു കാര്യം പറയാനുള്ളത്, ഈ രേണുസുധിയുടെ വ്യക്തിപരമായ വിഷയങ്ങൾ മാത്രം എടുത്ത് വീഡിയോ ചെയ്യുന്നതിനോടൊന്നും എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. പക്ഷെ അതിനും കാരണം ഉണ്ടാക്കി വെച്ച രേണുസുധിയാണ്, അതിലോട്ട് ഞാൻ വരാം. പിന്നെ ഈ പറഞ്ഞ ബോഡി ഷേമിങ്, അതിന് ഒരു പരിധി വരെ രേണുസുധിക്ക് ആ ഒരു ബോഡി ഷേമിങ് ഇല്ലാതാക്കാം. അതായത് ഈ രീതിയിൽ പാഷനോടുകൂടി ഈ ഒരു മേഖലയെ കാണുകയും പുതിയ പുതിയ റോളുകൾ വേണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും കുറച്ച് ശരീരഘടനയിൽ മാറ്റം വരുത്താം, കുറച്ചുകൂടെ ഒന്ന് ശരീരം പുഷ്ടിപ്പെടുത്താൻ ശ്രമിക്കാം. നല്ല കാര്യം തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. പിന്നെ ഈ പറഞ്ഞ പല്ലുകളിൽ ഒരു ചേഞ്ചസ് കൊണ്ടുവരാം. പ്രമുഖ നടികളായിട്ടുള്ള ആൾക്കാർ വരെ ഈ പറഞ്ഞ മൂക്ക് വരെ മാറ്റിക്കളഞ്ഞ നടികളുണ്ട്. പല്ലിലൊരു മാറ്റം വരുത്താം, അതിനൊരു സർജറി ഉണ്ട്. അതായത് പല്ല് മോണയും കൂടെ കുറച്ചുകൂടെ അകത്തോട്ട് പോകുന്ന രീതിയിൽ ഒരു സർജറി ഉണ്ട്. അത് രേണുസുധിക്ക് നടത്തി കഴിഞ്ഞാൽ വലിയ മാറ്റം രേണുസുധിയുടെ ആ ഫേസിലുണ്ടാവും. ഈ പറഞ്ഞ പല്ലി ഗില്ലി എന്നുള്ള വിളിയൊക്കെ മാറും. അതുപോലെ കുറച്ചുകൂടെ എന്താ പറയാ പുഷ്ടിപ്പെടുവാണെങ്കിൽ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആയി മാറും എന്നെന്റെ പേഴ്സണൽ അഭിപ്രായം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ കണക്കുള്ള ആ ഒരു എന്താ പറയുക ഇത്തരം ആരോപണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിക്കളയാം. നേരെ മറിച്ച് ഈ ഒരു ലുക്ക് വെച്ചുകൊണ്ട് ചില അനാവശ്യ എക്സ്പ്രഷനുകൾ ഇടുമ്പോൾ അത് അഭംഗിയായിട്ട് തോന്നാറുണ്ട്. സീരിയസ് കഥാപാത്രം ഞാൻ ചേഞ്ച് എന്ന് പറഞ്ഞൊരു മൂവി ഉണ്ടായിരുന്നു നിതീഷ് കെ നായർ സാറിന്റെ. അപ്പം അതിൽ നല്ലൊരു വേഷമാണ്. ഒരു 2-3 സീനേ ഉള്ളെങ്കിലും ഒരു മയക്കുമരുന്ന് അടിമപ്പെട്ട ഒരു 18 വയസ്സുള്ള ഒരു മകന്റെ അമ്മയായിട്ടാണ് ചെയ്യുന്നത്. അവനെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സീൻ പറയുന്നില്ല, അങ്ങനെ ആ സിനിമ ഇറങ്ങാറായി. സോ ആദ്യ മൂവി അതല്ല, ചെയ്തോണ്ടിരിക്കുന്ന വേറെ മൂവി ഉണ്ട്, ദയാവതം എന്ന് പറയുന്ന മൂവി ഉണ്ട്. മഹീൻകർ കേച്ചേരിയും ഡയറക്ടർ സുഭാഷ് ശിവയും ഇവരുടെ രണ്ടുപേരുടെ ഡയറക്ഷനുള്ള. അതില് ബിഗ് ബോസ് താരം രജിത് സാർ ഉണ്ട്, അതുപോലെ ജിൻഡോ ഉണ്ട്, നന്ദകിഷോർ സാറുണ്ട്, ഞാനുണ്ട്, പല ആർട്ടിസ്റ്റുകളും ഉണ്ട് ഇതിൽ. മെയിൻ ആയിട്ട് ചെയ്യുന്ന ഇത്രയും പേരാണ്. ഇപ്പൊ എത്ര സിനിമയായി? ഇപ്പം ദയാവതം ചെയ്തു കഴിഞ്ഞു, കണ്ടിന്യൂസ്ലി ഷൂട്ട് നടപ്പുണ്ട്, എന്റെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ ചേഞ്ച് കംപ്ലീറ്റ് കഴിഞ്ഞു. അത് ശിവജി ഗുരുവായൂർ സാറിന്റെ മകനാണ് അഭിനയിക്കുന്നത്. ആളും ഉണ്ട്, ശിവജി ഗുരുവായൂർ സാറും ഉണ്ട്, രജിത് സാറും ഉണ്ട്. അപ്പം നമ്മളെല്ലാരും കൂടെ എനിക്കൊരു വേഷം, ആ വേഷം എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സീനേ ഉള്ളെങ്കിലും അത് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു സീരിയസ്, ഒരു നല്ലൊരു സീരിയസ് ക്യാരക്ടർ തന്നെയാണ് എനിക്ക്. അപ്പൊ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ കൈനിറയെ ചിത്രങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് വീണ്ടും ഒന്ന് റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. കൈനിറയെ ചിത്രങ്ങളുള്ള ഇനിയും അവസരങ്ങൾ കിട്ടാൻ സാധ്യതയുള്ള നടി, അത് ഏത് ടൈപ്പ് ചിത്രങ്ങളാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ല. എനിവേ അവസരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അഭിനയ രീതിയിലും ഈ ലുക്കിലും ഒക്കെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എല്ലാത്തരം പ്രേക്ഷകരെയും സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം രേണുസുധി മനസ്സിലാക്കുക. ഇവിടെയൊക്കെയാണ് ഏത് ഡേറ്റ് ആണെന്നൊന്നും ഇപ്പൊ എനിക്ക് ഓഫ് പോലും ഇല്ല. ടയറിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കാരണം ഇപ്പൊ എല്ലാവരും വന്ന ഒരു മാനേജറെ വെക്കടി എന്ന് പറയും ചിരിച്ചുകൊണ്ട്. വേണ്ട, ഞാൻ തന്നെ ചെയ്തത്. സുധിച്ചേട്ടന് മാനേജർ ഇല്ലായിരുന്നല്ലോ, നമ്മൾ എന്തിനാണ് മാനേജറെ വെക്കുന്നത്? ഈ ഒരു സിറ്റുവേഷനിൽ മാനേജറെ വെക്കേണ്ട കാര്യമൊന്നും എനിക്ക് ഇതുവരെയായിട്ടായിട്ട്. അതാണ് ആ ഒരു ലാളിത്യ എളിമയും. ഇത്രയും അധികം ഫേമസ് ആയിട്ട് പോലും, ഇത്രയും അധികം വർക്കുകൾ വന്നിട്ട് പോലും ഒരു മാനേജറെ വെക്കാൻ പോലും തയ്യാറാവുന്നില്ല. എളിമയുള്ള ഒരു കുട്ടിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. 100% അത് അംഗീകരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. വ്യക്തി ജീവിതം ഇതിനകത്ത് അങ്ങോട്ട് ട്രെൻഡിങ് ആവുകയാണ്. പക്ഷെ ട്രെൻഡിങ് ആവുന്ന വ്യക്തിജീവിതത്തിന് ഒരു സ്വകാര്യത ശരിക്കും നഷ്ടപ്പെടുവാണ്. അതെന്താണ് എനിക്ക് മാത്രമുള്ള എന്റെ ഒരു കണ്ടന്റ് എടുത്തിട്ട് സ്വകാര്യ ജീവിതത്തെ കീറി മുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം, അതും ഞാൻ നേരത്തെ പറഞ്ഞ ആ നിസ്സഹായാവസ്ഥയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നാ വരട്ടെ, എന്തായാലും രേണുസുധി സൂയിസൈഡ് ചെയ്തില്ല. ഇനിയിപ്പം തല പോകുന്ന ആരോപണങ്ങൾ വന്നാലും എനിക്കുള്ളിൽ ഇനി എന്തൊക്കെ കീറി മുറിച്ച് രഹസ്യങ്ങളാകട്ടെ, നമുക്കൊരു പ്രൈവസി ഇല്ല സത്യം പറഞ്ഞാൽ. നമ്മുടെ വ്യക്തി ജീവിതത്തെ കീറി മുറിച്ച് അതിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കിടന്ന ട്രോളന്മാരാണേലും അല്ലെങ്കിൽ ചിലവരേ ഉള്ളു കേട്ടോ, അവരെടുത്തിട്ട് പെരുമാറും. പക്ഷെ നമുക്ക് അതും ഒരു നിസ്സാരസം. ഞാനത് പോട്ടെ, എന്തേലും ആട്ടെ. ഞാൻ എന്നോട് തന്നെ രേണുസുധി മരിക്കില്ല, ഞാൻ തല പോലെ ഞാൻ മരിക്കത്തില്ല, ഞാൻ തല്ലിക്കൊല്ലണം അല്ലെങ്കിൽ
രേണുസുധീനെ ഏറ്റവും അധികം ദുഃഖിപ്പിക്കുന്ന ഈ പറഞ്ഞ പേഴ്സണൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നതാണ്. എന്നാൽ അതിനൊരു മറുപടി, അതായത് അതിനൊരു കാരണം, ഈ പേഴ്സണൽ വിഷയങ്ങൾ കൊണ്ടുവരുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, എന്നാൽ പോലും അതിന് കാരണം ഉണ്ടാക്കുന്ന രേണുസുധിയാണ്. അതായത് ഈ ചെറിയ വലിയ കള്ളങ്ങൾ ഇന്റർവ്യൂ വന്നിരുന്നിട്ട് സുധിയുടെ ആദ്യ ഭാര്യയാണ് ഞാനെന്നൊക്കെ പറയുമ്പോൾ മറുഭാഗത്ത് ഈ പറഞ്ഞ ചില ആളുകളുണ്ട്. അവരാണ് ഈ ആരോപണവുമായി ഈ ബ്ലോഗർമാരെടുത്ത് വന്നത്. ബ്ലോഗർമാരുടെ പൂർണ്ണമായി അത് കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ഇത്തരം ആളുകൾ അവിടെ നിൽപ്പാണ്ടായിട്ട് അവർ ഈ ബ്ലോഗർമാരെടുത്ത് വന്ന് അതിലൂടെ ഈ വിഷയം വന്ന് പ്രമുഖ മാധ്യമങ്ങളിലൊന്നും കൊടുത്ത് ആരും എടുക്കത്തില്ല. അതുകൊണ്ട് അവർ ബ്ലോഗർമാരെടുത്ത് വരുന്നു. അതിന് കാരണക്കാരി ഈ പറഞ്ഞ രേണുസുധി തന്നെയാണ്. ഈ രീതിയിലുള്ള കള്ളങ്ങൾ അറിഞ്ഞോ അറിയാതെയോ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വലിയ വീരവാദം മുഴക്കുന്ന കണക്ക് പറയുന്നത് തന്നെയാണ് വലിയൊരു അബദ്ധത്തിലേക്ക് നയിക്കുന്നതെന്ന് പറയാതെ വയ്യ. അതിലും കൂടെ ഒരു മാറ്റം രേണുസുധി കൊണ്ടുവരണം. അഥവാ ഞാൻ ഒരു വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും അവസ്ഥ? സോഷ്യൽ മീഡിയയോ എന്റെ പൊന്നെ, ഞാൻ സത്യം ചിന്തിച്ചു കേട്ടോ. അങ്ങനെ ഒരു സംഭവം നടന്നു, അത് ഭയങ്കര ഒരു ഭൂകമ്പമായിരിക്കും. ഈ ഒരു എവിടെ പറഞ്ഞു നാട്ടുകാർ അയാളെ തല്ലിക്കൊല്ലും, അതായിരിക്കും ഉറപ്പല്ലേ? ആളെ വെച്ചേക്കോ? പറഞ്ഞ തലയിലെടുത്ത് വെക്കുക, താഴോട്ട് വലിച്ചിടുക, അതാണോ കേരളത്തിലെ സോഷ്യൽ മീഡിയ? എന്നെ സംബന്ധിച്ച് നെഗറ്റീവും പോസിറ്റീവും ഇങ്ങനെ കിടന്ന് കളിക്കുക. കുറച്ചായിട്ട് ഒരു ഇച്ചിരി പോസിറ്റീവ് കയറി വന്നു. പക്ഷെ ഇന്ന് കല്ലറയിൽ പോയ വീഡിയോസിന് ഞാൻ ജസ്റ്റ് നോക്കി, ഞാൻ കരയുന്നില്ല. കാരണം എനിക്ക് അപ്പം പറയുന്ന അഭിനയമാണ്. അപ്പൊ ഞാൻ കരഞ്ഞാലോ? കല്യാണം കഴിക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. ഈ പറഞ്ഞ സുധി തന്നെ 2 3 കല്യാണം കഴിച്ചെന്നൊക്കെയാണ് പറയുന്നത്. കല്യാണം കഴിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഒട്ടും പിന്നിലല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രേണുസുധി ഇനി കല്യാണം കഴിക്കരുത്, സുധിച്ചേട്ടന് വേണ്ടി ജീവിതകാലം മൊത്തവും ജീവിക്കണമെന്ന് പറയുന്നത് അപരാധത്തരമാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിക്കുന്നത് നല്ല തന്നെയാണ്. എന്നാൽ ഈ ഒരു അവസ്ഥയിൽ, അതായത് ഈ രീതിയിൽ ഒരു പാഷനായിട്ട് കരിയറെ കണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കല്യാണം കഴിക്കേണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കഴിച്ചു കഴിഞ്ഞാൽ ഡൈവോഴ്സ് ആവും. കാരണം ആ ഒരു പഹയൻ ഈ പറഞ്ഞ കണക്ക് കൂടെ അഭിനയിക്കുന്ന ആളുമായി ഈ രീതിയിൽ ഒരുപക്ഷെ അഭിനയിക്കുന്നതോ ഈ പറഞ്ഞ മറ്റേ പഹയനിക്ക് ചോറ് വാരി കൊടുക്കുന്നതോ ഒന്നും പിടിച്ചെന്ന് വരില്ല. സാധാരണഗതിയിലുള്ള ഏത് ഹിമാറോ അതിനൊന്നും സമ്മതിക്കത്തില്ല. സാധാരണഗതിയിലുള്ള സിനിമാ ഫീൽഡിൽ നിന്നുള്ളവരാണെങ്കിൽ വിഷയമില്ല, കെട്ടാം. അല്ലാത്തവരെ കെട്ടല് എന്റെ റിക്വസ്റ്റ് ആണ്. കെട്ടിക്കഴിഞ്ഞാൽ ഡൈവോഴ്സായി വീണ്ടും സോഷ്യൽ മീഡിയയിൽ അതൊരു ചീത്തപ്പേരാവും. അതുകൊണ്ട് കല്യാണം കഴിക്കാതിരിക്കുക. ഇനി മറ്റ് ഇന്റർവ്യൂകളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ നിർണായകമായ ചില സ്റ്റേറ്റ്മെന്റുകളാണ് രേണുസുധി ഇതിൽ നൽകിയിരിക്കുന്നത്. രേണുസുധി പ്രധാനമായും പറയുന്നത് രേണുസുധിയുടെ വളർച്ച, അതായത് ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു സോഷ്യൽ മീഡിയ സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രേണുസുധിയോട് കടുത്ത അസൂയ, ഇതൊന്നും സാധിക്കാതെ പോയ പെണ്ണുങ്ങൾക്കുണ്ടാവാം. അത്തരം പെണ്ണുങ്ങളാണ് തന്റെ എതിരെന്നാണ് രേണുസുധി പറഞ്ഞു വെക്കുന്നത്. എനിവേ, രേണുസുധിയുടെ ഇപ്പോഴത്തെ റീൽസുകളൊക്കെ വൈറലാണ്, മില്യൺസ് ആണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആൽബങ്ങളും സിനിമകളും വരാൻ പോകുന്നു. ഏറ്റവും ഒടുവിൽ രേണുസുധിയുടെ ആൽബത്തിലെ ആ ഒരു സീൻ, അതായത് എന്തുകൊണ്ട് രേണുസുധി ജനങ്ങൾക്ക് ഇത്രയും അധികം ഇഷ്ടപ്പെടുന്ന ഒരു നായികയായി മാറി എന്നുള്ളതിന്റെ ഒരു തെളിവായി വേണമെങ്കിൽ ആ ഒരു വീഡിയോ കാണാം. ആ ഒരു ആൽബവും കൂടെ കണ്ടതിന് ശേഷം നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്. ഒരു കാര്യത്തിൽ രേണുസുധിയെ സമ്മതിക്കാതെ വയ്യ. അതായത് ഏത് റോളും, 8ാം ക്ലാസ്സുകാരിയുടെ റോളാണ് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അതേ രേണുസുധി തന്നെ വേണമെങ്കിൽ വൃദ്ധയായി അഭിനയിക്കും. ഏത് കാലഘട്ടം അഭിനയിക്കാനും മറ്റു താരങ്ങളെ തേടേണ്ട. അതായത് 5ാം ക്ലാസ്സിലെ റോൾ വേണമെങ്കിൽ ചെയ്യും, 8ാം ക്ലാസ്സിലെ വേണമെങ്കിൽ ചെയ്യും, 30-കാരിയുടെ ചെയ്യും, 60-കാരിയുടെ ചെയ്യും, 90-കാരിയുടെ ചെയ്യും. അത് രേണുസുധിയുടെ വൈറ്റൊന്ന് എന്തലിച്ച് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ സ്റ്റാർ ആവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം രേണുസുധിയെ പറ്റി സംസാരിക്കുന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് സാധിക്കും. എനിവേ, നമുക്ക് കാത്തിരിക്കാം. ബൈ.